Dear students, welcome to the class of heat and mass transfer. In this class, we will discuss the topics laminar flow, turbulent flow, Reynolds number, critical Reynolds number, Nusselt number, and Prandtl number. Okay, first one, laminar flow. Laminar flow, turbulent flow, Reynolds number, this topic already fluid mechanics പഠിച്ചിട്ടുണ്ടാവും. Definition നോക്കാം. The highly ordered fluid motion characterized by smooth layers of fluid is called laminar flow. Laminar flow is defined as that type of flow in which a fluid particle moves along well-defined paths or streamlines, and all the streamlines are straight and parallel. Thus, particles moves in lamina or layers, gliding smoothly over the adjacent layer. ലാമിനാർ ഫ്ലോ എന്ന് വെച്ചാൽ ഹൈലി ഓർഡേർഡ് ഫ്ലൂയിഡ് മോഷനാണ്. അതായത് ഒരു ലെയർ ഓഫ് ഫ്ലൂയിഡ് അത്രക്കും സ്മൂത്തായിട്ട് അടുത്ത ലെയറിൻ്റെ മുകളിൽ ഗ്ലൈഡ് ചെയ്ത് പോകും. അല്ലെങ്കിൽ നമ്മൾ സ്ട്രീം ലൈൻസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി പാരലൽ ആൻഡ് സ്ട്രെയിറ്റ് ആയിരിക്കും. ഓക്കെ, സ്ട്രീം ലൈൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്ട്രീം ലൈൻസ് ഒക്കെ എന്താണ്, പാരലലാണ്. അതേപോലെ സ്ട്രെയിറ്റ് ആൻഡ് പാരലൽ, സിക്സ് ആഗ് മോഷൻ ഒന്നും ഉണ്ടാവില്ല. അത്രക്കും ഹൈലി ഓർഡേർഡ് ഫ്ലൂയിഡ് മോഷൻ, അതിനെ പറയുന്നതാണ് ലാമിനാർ ഫ്ലോ. Okay, this type of flow is also called streamline flow or viscous flow. Laminar flow എന്ന് പറയുന്ന വേറെ പേരാണ് streamline flow അല്ലെങ്കിൽ viscous flow. The flow of high viscosity fluid such as oil at low velocity is typically laminar. Laminar flow ന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് ഹൈ വിസ്കോസിറ്റി ഓയിൽസ്. ലോ വെലോസിറ്റിയിൽ ഫ്ലോ ചെയ്യുന്ന ഹൈ വിസ്കോസിറ്റി ഓയിൽസ്. ഓക്കെ, അതിൻ്റെ ഫ്ലോ എന്താണ്, ലാമിനാർ ഫ്ലോ ആണ്. അടുത്തത് ടർബുലന്റ് ഫ്ലോ. ദ ഹൈലി ഡിസോർഡേർഡ് ഫ്ലൂയിഡ് മോഷൻ ദാറ്റ് ടിപ്പിക്കലി ഒക്കേഴ്സ് അറ്റ് ഹൈ വെലോസിറ്റീസ് ആൻഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ വെലോസിറ്റി ഫ്ലക്ച്വേഷൻ ഈസ് കോൾഡ് ടർബുലന്റ് ഫ്ലോ. ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ മൂവ്സ് ഇൻ സിക്സാഗ് വേ. ഡ്യൂ ടു മൂവ്മെൻറ്റ് ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇൻ സിക്സാഗ് വേ ദ എഡി ഫോർമേഷൻ ടേക്സ് പ്ലേസ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ഹൈ എനർജി ലോസ്. ലാമിനാർ ഫ്ലോ എന്ന് വെച്ചാൽ ഹൈലി ഓർഡേർഡ് ഫ്ലൂയിഡ് മോഷൻ ആണെങ്കിൽ ഹൈലി ഡിസോർഡേർഡ് ഫ്ലൂയിഡ് മോഷനാണ് ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ഒക്കെ പറയുന്നത് ഹൈ വെലോസിറ്റിയിലാണ്. ഭയങ്കര വെലോസിറ്റി ഫ്ലക്ച്വേഷൻ, ഫ്ലോ ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. അത്തരം ഫ്ലോനെയാണ് ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫിഗർ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ലാമിനാർ ഫ്ലോ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന്. ഇവിടെ സ്ട്രീം ലൈൻസ് എന്താണ്, പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആൻഡ് പാരലൽ അല്ല. ഓക്കെ, ഹൈലി ഡിസോർഡേർഡ് ആയിട്ടാണ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇവിടെ മൂവ് ചെയ്യുന്നത്. അത്തരം മോഷനാണ് ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത്. സിക്സാഗ് മാനറിലായിരിക്കും ഫ്ലൂയിഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ സിക്സാഗ് മാനറിൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, എഡ്ഡീസ് ഫോം ചെയ്യും. ഓക്കെ, ഇവിടെ എഡ്ഡീസ് കാണിച്ചിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്നതൊക്കെ എന്താണ്, എഡ്ഡീസ് ആണ്. ആ എഡ്ഡീസ് ഫോം ചെയ്യുന്ന സമയത്ത് ഓക്കെ അവിടെ ലോക്കൽ റൊട്ടേഷൻസ് വരുന്നത്. ആ ലോക്കൽ റൊട്ടേഷൻസ് എന്ന് വെച്ചാൽ മെയിൻ സ്ട്രീമിൻ്റെ എനർജി യൂസ് ചെയ്തിട്ട് തന്നെയാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ എന്താണ്, മെയിൻ സ്ട്രീമിൻ്റെ എനർജിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. മീൻസ് അവിടെ എന്തുണ്ടായി, എനർജി ലോസ് ഉണ്ടാവും. ദ ഫ്ലോ ഓഫ് ലോ വിസ്കോസിറ്റി ഫ്ലൂയിഡ്സ് അറ്റ് ഹൈ വെലോസിറ്റീസ് ഈസ് ടിപ്പിക്കലി ടർബുലൻറ്റ്. നമ്മൾ പ്രാക്ടിക്കലി കാണുന്ന മെജോറിറ്റി ഫ്ലോസ് എന്തായിരിക്കും, ടർബുലൻറ്റ് ഫ്ലോസ് ആയിരിക്കും. ലോ വിസ്കോസിറ്റി, ഇപ്പോൾ വാട്ടർ ഫ്ലോ ചെയ്യുന്ന കാണുന്നത്, റിവറിലൂടെയുള്ള വാട്ടർ ഫ്ലോ ചെയ്യുന്ന കാണുന്നത്, അതൊക്കെ എന്താണ്, ഹൈലി ടർബുലൻ്റ് ആണ്. ലോ വിസ്കോസിറ്റി ഫ്ലൂയിഡ്സ് ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നത് ടർബുലൻറ്റ് ഫ്ലോ ആയിരിക്കും. അടുത്തത് റെയ്നോൾഡ്സ് നമ്പർ. ദ ട്രാൻസിഷൻ ഫ്രം ലാമിനാർ ടു ടർബുലൻറ്റ് ഫ്ലോ ഡിപ്പെൻഡ്സ് ഓൺ ദി ജോമെട്രി, സർഫസ് റഫ്നെസ്, ഫ്ലോ വെലോസിറ്റി, ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് എക്സെട്ര. അതായത് ഇപ്പം ഫ്ലോ ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ അത് മനസ്സിലാക്കാനുള്ള നമ്പറാണ് റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. ലാമിനാർ ഫ്ലോ ചിലപ്പം ഇനീഷ്യലി ഫ്ലോ ലാമിനാർ ആയിരിക്കും. കുറച്ചും കൂടെ പോകുന്ന സമയത്ത് എന്താ, അത് ചിലപ്പം ലാമിനാറിന് ടർബുലൻറ്റിലോട്ട് ട്രാൻസിഷൻ ഉണ്ടാവുക, പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ടർബുലൻ്റ് ആവുക. ഓക്കെ, ആ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ജോമെട്രി, അതേപോലെ സർഫസ് റഫ്നെസ്, ഫ്ലോ വെലോസിറ്റി, പിന്നെ ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഓസ്ബോൺ റെയ്നോൾഡ് ഡിസ്കവേർഡ് ദാറ്റ് ഫ്ലോ റെജിം depends mainly on the ratio of inertia force to viscous force in the fluid. This ratio is called Reynolds number. റെയ്നോൾഡ്സ് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്, ഏത് ഫ്ലോ റീജിയൺ ആണ്, അതായത് ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ, ഫ്ലോ റീജിയണിൽ
മീൻസ് നമ്മൾ ഫ്ലോ എന്ന് പറയുന്നത് ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ ഇല്ലത് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്താണ്? ഇനേർഷ്യ ഫോഴ്സ് ഡിവൈഡ് ബൈ വിസ്കസ് ഫോഴ്സ്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഈ ഒരു ടേം ഇനേർഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സിനെ പറയുന്നതാണ് റെയ്നോൾഡ്സ് നമ്പർ. ഓക്കെ, ഇപ്പം ലാർജ് റെയ്നോൾഡ്സ് നമ്പർ ആ സമയത്ത് ആരായിരിക്കും ഇതിൽ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടാവുക? റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ ലാർജ് മീൻസ് ഈ ഒരു റേഷ്യോയിൽ ആരായിരിക്കും കൂടുതലുണ്ടാവുക? ഇനേർഷ്യ ഫോഴ്സ് ആയിരിക്കും കൂടുതലുണ്ടാവുക. ഓക്കെ, അറ്റ് എ ലാർജ് റെയ്നോൾഡ്സ് നമ്പർ ഇനേർഷ്യ ഫോഴ്സ് വിച്ച് ആർ പ്രൊപ്പോർഷണൽ ടു ഫ്ലൂയിഡ് ഡെൻസിറ്റി ആൻഡ് സ്ക്വയർ ഓഫ് ഫ്ലൂയിഡ് വെലോസിറ്റി ആർ ലാർജ് റിലേറ്റീവ് ടു വിസ്കസ് ഫോഴ്സ് ആൻഡ് ദസ് വിസ്കസ് ഫോഴ്സ് cannot prevent the random and rapid fluctuation of the fluid. Such a flow is called turbulent flow. ഹൈ റെയ്നോൾഡ്സ് നമ്പർ ഫ്ലോ എന്ന് പറയുന്നത് ടർബുലൻറ്റ് ഫ്ലോ ആയിരിക്കും. കാരണം അവിടെ ഡൊമിനേറ്റ് ചെയ്യുന്ന ഇനേർഷ്യ ഫോഴ്സ് ആണ്. ഇനേർഷ്യ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എന്താ? റോ എ വി സ്ക്വയർ ആണ്. ഓക്കെ, മീൻസ് അവിടെ നിന്നുണ്ടാവും ഹൈ വെലോസിറ്റി ഫ്ലോ ആയിരിക്കും. ആ ഒരു ഹൈ വെലോസിറ്റി ഫ്ലോ അല്ലെങ്കിൽ ഹൈ ഇനേർഷ്യ ഫോഴ്സിലെ ഫ്ലോയിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് അതിനെ ആർക്ക് സപ്രസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല? വിസ്കസ് എഫക്റ്റിന് സപ്രസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഓക്കെ, ആ റാൻഡം ഫ്ലക്ച്വേഷൻസ് ഫ്ലൂയിഡ് ഫ്ലോയിൽ ഉണ്ടാകുന്ന റാൻഡം ഫ്ലക്ച്വേഷൻസിനെ സപ്രസ് ചെയ്തിട്ട് ഹൈലി ഓർഡേർഡ് മോഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആർക്ക് പറ്റൂല? വിസ്കസ് എഫക്റ്റിന് പറ്റൂല. ഓക്കെ, മീൻസ് ഹൈ റെയ്നോൾഡ്സ് നമ്പറിൽ ഫ്ലോ എന്തായിരിക്കും? ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് ഫ്ലോ ആയിരിക്കും, അത് ടർബുലൻറ്റ് ഫ്ലോ ആയിരിക്കും. ഇനി റെയ്നോൾഡ്സ് നമ്പർ സ്മോൾ, അതിൻ്റെ മീനിങ് എന്തായിരിക്കും? ആരായിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്? വിസ്കസ് ഫോഴ്സ് ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്. അറ്റ് എ സ്മോൾ റെയ്നോൾഡ്സ് നമ്പർ ദ വിസ്കസ് ഫോഴ്സ് ആർ ലാർജ് ഇനഫ് ടു സപ്രസ് ദി fluctuations and to keep the fluid in line. Thus the flow is laminar in this case. Means ലോ റെയ്നോൾഡ്സ് നമ്പർ വരുന്ന സമയത്ത് വിസ്കസ് ഫോഴ്സ് അവിടെ ഡോമിനേറ്റ് ചെയ്തു. ഇനർഷ്യ ഫോഴ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വിസ്കസ് ഫോഴ്സ് അവിടെ ഡോമിനേറ്റ് ചെയ്തു. ആ വിസ്കസ് എഫക്റ്റിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആ ഫ്ലൂയിഡ് ഫ്ലോയിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസിനെ സപ്രസ് ചെയ്തിട്ട് ഫ്ലൂയിഡിനെ ഹൈലി ഓർഡേർഡ് മോഷനായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, കാരണം അവിടെ വിസ്കസ് എഫക്റ്റാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അത്തരം കേസിൽ ഫ്ലോ എന്തായിരിക്കും? ലാമിനാർ ആയിരിക്കും. ഇനി ഇതിൻ്റെ എക്സ്പ്രഷൻ ഫോർ ഫ്ലോ ത്രൂ പൈപ്പ്. ഫ്ലോ ത്രൂ പൈപ്പിൻ്റെ കേസിൽ റോ ഫ്ലൂയിഡ് ഡെൻസിറ്റി, ഡി ഡയമീറ്റർ ഓഫ് പൈപ്പ്, വി ആവറേജ് വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ്. അതേപോലെ ഡൈനാമിക് വിസ്കോസിറ്റി മ്യൂ എന്ന് പറയുന്നത് ഡൈനാമിക് വിസ്കോസിറ്റി ആണ്. ന്യൂ എന്ന് പറയുന്നത് കൈനമാറ്റിക് വിസ്കോസിറ്റി. ന്യൂ ഇസ് ഈക്വൽ ടു മ്യൂ ബൈ റോ. കൈനമാറ്റിക് വിസ്കോസിറ്റിയും അതേപോലെ അബ്സൊല്യൂട്ട് വിസ്കോസിറ്റി അല്ലെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി തമ്മിലുള്ള റിലേഷനാണിത്. ഓൾറെഡി ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ടാവും. ഇതൊക്കെയാണ് പാരാമീറ്ററെങ്കിൽ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? റോ വി ഡി ബൈ മ്യൂ ആയിരുന്നു, അല്ലെങ്കിൽ വി ഡി ബൈ ന്യൂ. ഇവിടെ മ്യൂ ബൈ റോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ന്യൂ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അതായത് ഫ്ലോ ത്രൂ പൈപ്പിൽ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? റോ വി ഡി ബൈ മ്യൂ ആയിരുന്നു. അതേപോലെ ഫ്ലോ ഓവർ ഫ്ലാറ്റ് പ്ലേറ്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് എന്ത് ചെയ്യും? ബൗണ്ടറി ലെയർ, ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ ഫോം ചെയ്യും. എപ്പോഴും സ്റ്റേഷനറി പ്ലേറ്റ് ഉണ്ട്, അതിൻ്റെ മുകളിൽ കൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ ഫോം ചെയ്യും. വരുന്ന ഫ്ലൂയിഡ് ഫ്ലോ ടർബുലൻറ്റ് ഫ്ലോ ആണെങ്കിൽ പോലും ബൗണ്ടറി ലെയർ ഇനീഷ്യലി എന്തായിരിക്കും? ലാമിനാർ ബൗണ്ടറി ലെയർ ആയിരിക്കും. പിന്നെ ട്രാൻസിഷൻ, പിന്നെയാണ് ടർബുലൻറ്റ് ബൗണ്ടറി ലെയർ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? റെയ്നോൾഡ്സ് നമ്പർ അവിടെയും യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ മീൻസ് ലീഡിങ് എഡ്ജിൽ നിന്ന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ എത്തിയിട്ട് അവിടെയുള്ള റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ എന്താണ്? യു ഇൻഫിനിറ്റി ഇൻറ്റു എക്സ് ബൈ ന്യൂ. ഓക്കെ, യു ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ ഫ്രീ സ്ട്രീം വെലോസിറ്റി. ഇവിടെയുള്ള ഫ്രീ സ്ട്രീമിൻ്റെ വെലോസിറ്റിയാണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ലീഡിങ് എഡ്ജ്. ലീഡിങ് എഡ്ജിൽ നിന്ന് ഏത് ലൊക്കേഷനിലെ റെയ്നോൾഡ്സ് നമ്പർ ആണോ വേണ്ടുന്നത് അവിടത്തോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. ഓക്കെ, ഇപ്പം ബി ആണ്, ബിയിലെ റെയ്നോൾഡ്സ് നമ്പർ ആണ് വേണ്ടെങ്കിൽ ഈ എ ബി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എത്രയാണോ അതാണ് എക്സ് വരിക. ന്യൂ എന്ന് വെച്ചാൽ കൈനമാറ്റിക് വിസ്കോസിറ്റി. ഓക്കെ, ഇതാണ് എക്സ്പ്രഷൻ ഫ്ലോർ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ കേസിൽ. അതായത് ബൗണ്ടറി ലെയർ ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ലൊക്കേഷനിലെ റെയ്നോൾഡ്സ് നമ്പർ അറിയണം. അടുത്തത് ക്രിറ്റിക്കൽ റെയ്നോൾഡ്സ് നമ്പർ. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. റെയ്നോൾഡ്സ് നമ്പർ ഈസ് വെരി യൂസ്ഫുൾ ഇൻ ഡിറ്റർമൈനിങ് വെദർ ദ ഫ്ലോ ഈസ് ലാമിനാർ ഓർ ടർബുലൻ്റ്. ഒരു പൈപ്പിലൂടെയുള്ള ഫ്ലോ അത് നമുക്ക് ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ അറിയാൻ വേണ്ടിയിട്ട് ആര് കണ്ടുപിടിച്ചാൽ മതി? റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ദ റെയ്നോൾഡ്സ് നമ്പർ അറ്റ് വിച്ച് ദ ഫ്ലോ ബിക്കം ടർബുലൻ്റ് ഈസ് കോൾഡ് ക്രിറ്റിക്കൽ റെയ്നോൾഡ്സ് നമ്പർ. ഒരു ലാമിനാർ ഫ്ലോ അല്ലെങ്കിൽ നമ്മൾ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂവിന് മുകളിലാണെങ്കിൽ പിന്നെ ഫ്ലോ എന്തായിരിക്കില്ല? ലാമിനാർ ആയിരിക്കില്ല, ടർബുലൻ്റ് ആയിരിക്കും. ആ ഒരു പർട്ടിക്കുലർ റെയ്നോൾഡ്സ് നമ്പറിനെയാണ് ക്രിറ്റിക്കൽ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്.
The value of critical Reynolds number is different for different geometries and flow condition. ഈ ക്രിട്ടിക്കൽ റെനോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് ഒരു ജനറലൈസ്ഡ് വാല്യൂ ഒന്നുമല്ല. ജോമെട്രി അല്ലെങ്കിൽ സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് ആ ക്രിട്ടിക്കൽ റെനോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. For internal flow in circular pipe, the generally accepted value for critical Reynolds number is 2300. അതായത് ഫ്ലോ ത്രൂ സർക്കുലർ പൈപ്പ് ആ ഒരു കേസിൽ ക്രിട്ടിക്കൽ റെനോൾഡ്സ് നമ്പറായിട്ട് എടുത്തിരിക്കുന്നത് എന്താണ്? 2300 മീൻസ് 2300 താഴെയാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും ഫ്ലോ എന്ന് പറയുന്നത് ലാമിനാർ ആയിരിക്കും. അതിന് മുകളിൽ ടർബുലൻറ്റ് അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ റീജിയണും വരുന്നുണ്ട്. Under the most practical condition, the flow in a circular pipe is laminar for Reynolds number less than 2300, turbulent for Reynolds number greater than 4000, and a transition in between. സർക്കുലർ പൈപ്പിലൂടെയുള്ള ഫ്ലോ റെയ്നോൾഡ്സ് നമ്പർ 2300 താഴെയാണെങ്കിൽ എന്തായിരിക്കും? ലാമിനാർ ഫ്ലോ ആയിരിക്കും. 4000 മുകളിലാണെങ്കിൽ എന്തായാലും ടർബുലൻ്റ് ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ ട്രാൻസിഷൻ 2300-ന് 4000-ൻ്റെ ഇടയ്ക്ക് ട്രാൻസിഷൻ ആയിരിക്കും. അവിടെ ലാമിനാറും ഉണ്ടാവുക ടർബുലൻറ്റും ഉണ്ടാവുക. ഇനി ഫ്ലോ ഓർ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ കേസിൽ ലാമിനാർ ബൗണ്ടറി ലെയർ എക്സിസ്റ്റ് ചെയ്യുന്നത് ഏതുവരെ ആയിരിക്കും? റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 5 × 10⁵, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയാം 5 × 10⁵. മീൻസ് ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് മൂവ് ചെയ്തിട്ട് എവിടെയാണോ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ 5 × 10⁵ എത്തുന്നത് അതുവരെ ലീഡിങ് എഡ്ജിൽ നിന്ന് ആ ഒരു ഡിസ്റ്റൻസ് വരെ എന്തായിരിക്കും? ലാമിനാർ ബൗണ്ടറി ലെയർ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അടുത്തത് നസൽറ്റ് നമ്പർ. നസൽറ്റ് നമ്പറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇപ്പം കണ്ടക്ഷനെ കമ്പയർ ചെയ്തിട്ട് കൺവെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് എത്രത്തോളം ഹീറ്റ് ട്രാൻസ്ഫർ എൻഹാൻസ് ചെയ്തിട്ടുണ്ട് അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു നമ്പറാണ് നസൽറ്റ് നമ്പർ എന്ന് പറയുന്നത്. കൺസിഡർ എ ഫ്ലൂയിഡ് ലെയർ ഓഫ് തിക്നെസ് L ആൻഡ് ടെമ്പറേച്ചർ ഡിഫറൻസ് ∆T ഈസ് ഈക്വൽ ടു T1 - T2. ഇവിടെ ഞാനൊരു ഫ്ലൂയിഡ് ലെയർ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡിലെ സർഫസിൻ്റെ ടെമ്പറേച്ചർ T1 ആണ്, അടുത്ത സൈഡിൽ സർഫസിൻ്റെ ടെമ്പറേച്ചർ T2 ആണ്. ആ ഫ്ലൂയിഡ് ലെയറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് L ആണ്. ഓക്കെ, ഇവിടെ T1 ഗ്രേറ്റർ ദാൻ T2 ആണ്. നോർമലി എന്തുണ്ടാവും? ഇവിടെ നിന്ന് എടുത്തിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവും. ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ ദ ഫ്ലൂയിഡ് ലെയർ വിൽ ബി ബൈ കൺവെക്ഷൻ വെൻ ദ ഫ്ലൂയിഡ് involves some motion, and by conduction when the fluid layer is motionless. ഈ ഫ്ലൂയിഡ് ലെയർ ആ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് മോഷൻലെസ് ആണ്, മൂവ് ചെയ്യുന്നേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇവിടത്തോട്ടുള്ള ഹീറ്റ് ട്രാൻസ്ഫർ എന്തായിരിക്കും? ബൈ പ്യുവർ കണ്ടക്ഷൻ ആയിരിക്കും. ഓക്കെ, കൺവെക്ഷൻ എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? അവിടെ ഫ്ലൂയിഡ് മോഷൻ വേണം. മീൻസ് കൺവെക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? കണ്ടക്ഷൻ പ്ലസ് ബൾക്ക് ഫ്ലൂയിഡ് മോഷനാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് മോഷൻ ഇല്ലെങ്കിൽ അവിടെ പ്യുവർ കണ്ടക്ഷനാണ്. ഫ്ലൂയിഡ് മോഷൻ ഉണ്ടെങ്കിലോ അവിടെ കൺവെക്ഷൻ വഴിയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, ഫ്ലൂയിഡ് മോഷൻ ഇല്ലെങ്കിൽ കണ്ടക്ഷൻ, ഫ്ലൂയിഡ് മോഷൻ ഉണ്ടെങ്കിൽ കൺവെക്ഷൻ. ദ ഹീറ്റ് ഫ്ലക്സ് അതായത് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ. ഇൻ എയ്തർ കേസ് കണ്ടക്ഷൻ്റെയും കൺവെക്ഷൻ്റെയും കേസിൽ നമുക്ക് അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. Q കൺവെക്റ്റഡ് അതായത് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ ആണ് ക്യാപിറ്റൽ Q/A ആണ് സ്മോൾ q ഈസ് ഈക്വൽ ടു ബൈ കൺവെക്ഷൻ ആണെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് H × ∆T. ഓക്കെ, കണ്ടക്ഷൻ ആണെങ്കിൽ K × ∆T ഡിവൈഡ് ബൈ L. ഓക്കെ, ഹീറ്റ് ഫ്ലക്സ് ആണ് ഇവിടെ നിർത്തോട്ടുള്ള ഹീറ്റ് ഫ്ലക്സിൻ്റെ എക്സ്പ്രഷനാണ് കണ്ടക്ഷൻ ആണെങ്കിലും കൺവെക്ഷൻ ആണെങ്കിലും എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ റേഷ്യോ എടുത്തിട്ടുണ്ടെങ്കിൽ Q കൺവെക്ഷൻ ഡിവൈഡ് ബൈ Q കണ്ടക്ഷൻ ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? ∆T ക്യാൻസൽ ചെയ്താൽ HL ഡിവൈഡ് ബൈ K. ഈ ഒരു റേഷ്യോനാണ് നസൽറ്റ് നമ്പർ എന്ന് പറയുന്നത്. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കൺവെക്ഷൻ ഡിവൈഡ് ബൈ ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കണ്ടക്ഷൻ. അതിനാണ് നസൽറ്റ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കേസിൽ HL ഡിവൈഡ് ബൈ K വന്നു. ഓക്കെ, നസൽറ്റ് നമ്പറിൻ്റെ കുറച്ചും കൂടെ ജനറൽ ആയിട്ടൊരു എക്സ്പ്രഷൻ ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. Therefore, Nusselt number represents enhancement of heat transfer through fluid layer as a result of convection relative to conduction across the same fluid layer. Means convection അവിടെ ഒരു ഫ്ലൂയിഡ് മോഷൻ വരുന്ന സമയത്ത് എത്രത്തോളം ഹീറ്റ് ട്രാൻസ്ഫർ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എക്സ്പ്രസ് ചെയ്യുന്നൊരു പാരാമീറ്ററാണ് നസൽറ്റ് നമ്പർ എന്ന് പറയുന്നത്. ലാർജർ ദി നസൽറ്റ് നമ്പർ മോർ എഫക്റ്റീവ് ഈസ് ദി കൺവെക്ഷൻ. നസൽറ്റ് നമ്പറിൻ്റെ വാല്യൂ ഹൈ എന്ന് വെച്ചാൽ കൺവെക്ഷൻ എന്തായിരിക്കും? ഹൈലി എഫക്റ്റീവ് ആയിരിക്കും. ഇവിടെ നസൽറ്റ് നമ്പറിൻ്റെ വാല്യൂ 1 വന്നാൽ എന്തായിരിക്കും അവസ്ഥ? Q കൺവെക്ഷൻ ബൈ Q കണ്ടക്ഷൻ ഈസ് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ Q കൺവെക്ഷൻ ഈസ് ഈക്വൽ ടു Q കണ്ടക്ഷൻ. അതായത് എ നസൽറ്റ് നമ്പർ ഓഫ് NU ഈസ് ഈക്വൽ ടു 1 ഫോർ എ ഫ്ലൂയിഡ് ലെയർ റെപ്രസെൻറ്റ്സ് ദാറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ അക്രോസ് ദ ലെയർ ഈസ് ബൈ പ്യുവർ കണ്ടക്ഷൻ.
കണ്ടക്ഷനും കൺവെക്ഷനും ഈക്വൽ എന്ന് വെച്ചാൽ അവിടെ കൺവെക്ഷൻ ഇല്ല, ഫ്ലൂയിഡ് മോഷൻ ഇല്ല എന്നാണ് അതിൻ്റെ മീനിങ്. അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ എന്തായിരിക്കും? പ്യുവർ കണ്ടക്ഷൻ ആയിരിക്കും. ഡെഫിനേഷൻ നമുക്ക് എങ്ങനെ പറയാം? നസൽ നമ്പർ ഈസ് ദ റേഷ്യോ ഓഫ് കൺവെക്റ്റീവ് ഹീറ്റ് ഫ്ലക്സ് ടു കണ്ടക്റ്റീവ് ഹീറ്റ് ഫ്ലക്സ് അറ്റ് എ ബൗണ്ടറി ഇൻ എ ഫ്ലൂയിഡ്. ഇതിൻ്റെ ജനറലായിട്ട് പറയുന്ന എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ NU = H × LC/K. അത് എക്സ് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് തന്നെ, K എന്ന് പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി തന്നെ, LC എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ലെങ്ത്. ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് എന്ന് വെച്ചാൽ ജനറലായിട്ട് പറയുന്ന ഒരു ടേമാണ്. ഒരു ജോമെട്രിയിൽ നിന്ന് അടുത്ത ജോമെട്രിയിലോട്ട് പോകുന്ന സമയത്ത് ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് മാറിക്കൊണ്ടിരിക്കും. അവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ ഏതാണോ അതാണ് ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് ആയിട്ട് എടുക്കുക. ഫോർ എക്സാമ്പിൾ, ഫ്ലോ ഓവർ ഫ്ലാറ്റ് പ്ലേറ്റ് ആണെങ്കിൽ ഇവിടെ LC ആയിട്ട് വരിക ലെങ്ത് ഓഫ് ദി ഫ്ലാറ്റ് പ്ലേറ്റ് ആണ്. ഓക്കെ, ഫ്ലോ ഡയറക്ഷനിലെ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ ലെങ്ത് ആണ് എടുക്കുക. അന്നേരം നസൽ നമ്പർ എന്ന് വരും? HL/K വരും. ഓക്കെ, ഇനി ഒരു ഇൻറ്റേർണൽ ഫ്ലോ ആണ്. ഫ്ലോ ത്രൂ പൈപ്പൊക്കെ ആണെങ്കിൽ നസൽ നമ്പർ ഈസ് ഈക്വൽ ടു H × D/K. D വെച്ചാൽ ഡയമീറ്റർ ഓഫ് ദി പൈപ്പ്. ഓക്കെ, അതാണ് ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് എന്ന് വെച്ചാൽ. മീൻസ് ഒരു ജോമെട്രിയിൽ നിന്ന് അടുത്ത ജോമെട്രിയിലോട്ട് പോകുന്ന സമയത്ത് അവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്റർ ഉണ്ടാവും. അതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് ആയിട്ട് വരിക. അടുത്തത് Prandtl നമ്പർ. The relative thickness of velocity and thermal boundary layers is described by the dimensionless parameter Prandtl number, defined as PR is equal to molecular diffusivity of momentum divided by molecular diffusivity of heat. അതായത് ഒരു സ്റ്റേഷനറി ആയിട്ടുള്ളൊരു പ്ലേറ്റ് ഉണ്ട്, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, അതിൻ്റെ മുകളിൽ കൂടെ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലൊരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യും? തെർമൽ ബൗണ്ടറി ലെയറും ഫോം ചെയ്യും, വെലോസിറ്റി ബൗണ്ടറി ലെയറും ഫോം ചെയ്യും. ഓക്കെ, ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് തെർമൽ ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നത്. വെലോസിറ്റി ബൗണ്ടറി ലെയർ ഒന്ന് സ്റ്റേഷനറി, മറ്റേത് മൂവ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് വെലോസിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? വെലോസിറ്റി ബൗണ്ടറി ലെയറും ഫോം ചെയ്യും. ഇത് തമ്മിലെ റിലേറ്റീവ് തിക്നെസ് അത് തരുന്ന നമ്പറാണ് Prandtl നമ്പർ. ഓക്കെ, അതിൻ്റെ തിക്നെസ് വേരി ചെയ്യാൻ എന്താണ് മെയിനായിട്ട് വരുന്ന രണ്ട് പാരാമീറ്റർ ഉണ്ട്: മൊമെൻറ്റം ഡിഫ്യൂസിവിറ്റി, അതേപോലെ ഹീറ്റ് ഡിഫ്യൂസിവിറ്റി. Prandtl നമ്പർ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? മോളിക്കുലർ ഡിഫ്യൂസിവിറ്റി ഓഫ് മൊമെൻറ്റം ഡിവൈഡ് ബൈ മോളിക്കുലർ ഡിഫ്യൂസിവിറ്റി ഓഫ് ഹീറ്റ്. മൊമെൻറ്റം ഡിഫ്യൂസിവിറ്റി അക്കൗണ്ട് ചെയ്യുന്ന പാരാമീറ്റർ എന്താണ്? കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ്. അതേപോലെ ഹീറ്റ് ഡിഫ്യൂസിവിറ്റി എന്ന് വെച്ചാൽ തെർമൽ ഡിഫ്യൂസിവിറ്റി. അല്ലെങ്കിൽ Prandtl നമ്പർ നമുക്ക് എങ്ങനെ പറയാം? കൈനമാറ്റിക് വിസ്കോസിറ്റി ഡിവൈഡ് ബൈ തെർമൽ ഡിഫ്യൂസിവിറ്റി. ആൽഫ എന്ന് പറയുന്നത് തെർമൽ ഡിഫ്യൂസിവിറ്റി. അത് കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്താണ്? അബ്സൊല്യൂട്ട് വിസ്കോസിറ്റി ഡിവൈഡ് ബൈ ഡെൻസിറ്റി. അതേപോലെ തെർമൽ ഡിഫ്യൂസിവിറ്റി ആൽഫ ഈസ് ഈക്വൽ ടു K/ρCp. ഫസ്റ്റ് മൊഡ്യൂളിൽ കണ്ടതാണ്. സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? രണ്ട് ഡെൻസിറ്റിയും ക്യാൻസൽ ചെയ്താൽ Prandtl നമ്പർ ഈസ് ഈക്വൽ ടു μCp ഡിവൈഡ് ബൈ K. ഇതാണ് Prandtl നമ്പറിൻ്റെ എക്സ്പ്രഷൻ. മ്യൂ എന്ന് വെച്ചാൽ അബ്സൊല്യൂട്ട് വിസ്കോസിറ്റി, CP എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ്, K എന്ന് വെച്ചാൽ തെർമൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെ വരും നോക്കാം. ഇപ്പോൾ ഗ്യാസസിൻ്റെയൊക്കെ കേസിൽ Prandtl നമ്പറിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു 1 ആണ്. മീൻസ് ബോത്ത് മൊമെൻറ്റം ആൻഡ് ഹീറ്റ് ഡിഫ്യൂസിവിറ്റി ത്രൂ ദ ഫ്ലൂയിഡ് ടേക്സ് പ്ലേസ് അറ്റ് സെയിം റേറ്റ്. Prandtl നമ്പർ എന്ന് വെച്ചാൽ മൊമെൻറ്റം ഡിഫ്യൂസിവിറ്റി ബൈ തെർമൽ ഡിഫ്യൂസിവിറ്റി അല്ലെങ്കിൽ ഹീറ്റ് ഡിഫ്യൂസിവിറ്റി ആണ്. ഓക്കെ, ഇതിൻ്റെ വാല്യൂ 1 എന്ന് വെച്ചാൽ ആ ഒരു ഫ്ലൂയിഡിലൂടെ മൊമെൻറ്റം ഡിഫ്യൂസിവിറ്റിയുടെയും തെർമൽ ഹീറ്റ് ഡിഫ്യൂസിവിറ്റിയുടെയും റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ലിക്വിഡ് മെറ്റൽസിൻ്റെ കേസിൽ Prandtl നമ്പറിൻ്റെ വാല്യൂ വളരെ ലോ ആയിരിക്കും, <1 ആയിരിക്കും. ഇത് വെരി മച്ച് <1 എന്ന് വെച്ചാൽ ഇവിടെ ആരായിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടാവുക? ഹീറ്റ് ഡിഫ്യൂസിവിറ്റി. ഇതിൻ്റെ വാല്യൂ ഹൈ വരുന്ന സമയത്താണ് ഇതിൻ്റെ വാല്യൂ അത്രക്കും ലോ വരിക. മീൻസ് ലിക്വിഡ് മെറ്റൽസിൻ്റെ കേസിൽ ഹീറ്റ് ഡിഫ്യൂസസ് ഇൻ ദ ഫ്ലൂയിഡ് വെരി ക്വിക്ക്ലി ദാൻ മൊമെൻറ്റം. മൊമെൻറ്റം ഡിഫ്യൂസിവിറ്റിനെക്കാട്ടും ഹീറ്റാണ് പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്ത് പോവുക. ഇനി ഓയിൽസിൻ്റെയൊക്കെ കേസിൽ Prandtl നമ്പറിൻ്റെ വാല്യൂ വെരി വെരി ഗ്രേറ്റർ ദാൻ 1 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? മൊമെൻറ്റം ഡിഫ്യൂസിവിറ്റി ആയിരിക്കും. അതായത് ഫോർ ഓയിൽസ് Prandtl number is very very greater than 1, which means that heat diffusion is very slow in fluid relative to momentum. ഓക്കെ, ഇവിടെ മൊമെൻറ്റം ആയിരിക്കും പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നത്. മീൻസ് ഇതിൻ്റെയൊക്കെ ബേസിൽ ഇതിൻ്റെ തിക്നെസ്, വെലോസിറ്റി ബൗണ്ടറി ലെയറിൻ്റെയും തെർമൽ ബൗണ്ടറി ലെയറിൻ്റെയും തിക്നെസ് എങ്ങനെ ഡിഫറൻസ് വരും? ഇപ്പം ലിക്വിഡ് മെറ്റൽസിൻ്റെ കേസിൽ ഹീറ്റാണ് പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അതിൻ്റെ മീനിങ് എന്തായിരിക്കും? ആ ഒരു സോളിഡ് സർഫസിൻ്റെ നിയർ റീജിയണിൽ ഹീറ്റ് പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നതെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന റീജിയൻ്റെ സൈസ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ തെർമൽ ബൗണ്ടറി ലെയറിൻ്റെ തിക്നെസ് വെലോസിറ്റി ബൗണ്ടറി ലെയറിൻ്റെ തിക്നെസ്സിനെക്കാട്ടിയും കൂടുതലായിരിക്കും.
അതായത് പ്രാൻഡ്ൽ നമ്പർ വെരി വെരി ലെസ് ദാൻ 1 കേസ് തെർമൽ ബൗണ്ടറി ലെയറിൻ്റെ തിക്നെസ് വെലോസിറ്റി ബൗണ്ടറി ലെയറിൻ്റെ തിക്നെസ്സിനെക്കാട്ടും ഹൈ ആയിരിക്കും. ഇനി ഓയിൽസിൻ്റെ കേസിൽ ഹീറ്റ് ഡിഫ്യൂസ് ചെയ്യുന്ന റേറ്റ് കുറവാണ്. ഓക്കെ, മൊമെൻ്റ് ഡിഫ്യൂസിറ്റീനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ഡിഫ്യൂസ് ചെയ്യുന്ന റേറ്റ് കുറവാണ്. അതിൻ്റെ മീനിങ് എന്തായിരിക്കും? തെർമൽ ബൗണ്ടറി ലെയറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. വെലോസിറ്റി ബൗണ്ടറി ലെയറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് തെർമൽ ബൗണ്ടറി ലെയറിൻ്റെ തിക്നെസ് കുറവായിരിക്കും. അതായത് പ്രാൻഡ്ൽ നമ്പർ വെരി വെരി ഗ്രേറ്റർ ദാൻ 1 വരുന്ന കേസ് അവിടെ ഹീറ്റ് ഡിഫ്യൂസ് ചെയ്യുന്ന റേറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും.